ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉലകനായകൻ കമൽഹാസനെ കുറിച്ചാണ്. 2022 പുറത്തിറങ്ങിയ വിക്രം എന്ന സിനിമ കമൽഹാസൻ എന്ന നടന് ഗംഭീരമായ ഒരു തിരിച്ചുവരവ് കൊടുത്ത സിനിമയാണ്. സത്യത്തിൽ തിരിച്ചുവരവ് എന്ന് പറയാൻ മാത്രം അദ്ദേഹം എങ്ങോട്ടാണ് പോയത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കമൽഹാസൻ എന്ന നടനെ പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലുമായി കമൽഹാസൻ അനശ്വരമാക്കിയ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും വളരെയധികം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. ഷൺമുഖിയായും ചപ്പാണിയായും നായകനിലെ നായ്ക്കറായും പ്രേക്ഷകന്റെ മനസ്സിൽ അദ്ദേഹം വിസ്മയം തീർത്തു. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും മടിയില്ലാത്തൊരു നടൻ കൂടിയാണ് അദ്ദേഹം. ചുരുക്കി പറഞ്ഞാൽ ഹി ബ്രീത്ത് സിനിമ, ഹി തിങ്സ് സിനിമ, ഹി ലിവ്സ് ഫോർ സിനിമ. കമൽഹാസൻ എന്ന ആക്ടറിന് പകരം മറ്റൊരു നടനെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഏത് ഭാഷയിലും ഏത് സ്ലാങ്ങിലൂടെയും സംസാരിക്കുന്ന കമൽഹാസൻ സിനിമയിലൂടെ തന്റെ ആശയങ്ങൾ പറഞ്ഞു വെക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വലിയ തടസ്സമാണെങ്കിൽ വേണ്ട. അഭിനയത്തിന് പുറമെ സ്ക്രിപ്റ്റ് റൈറ്ററായും ഡയറക്ടറായും സിംഗറായും പ്രൊഡ്യൂസറായും തിരശീലയ്ക്ക് പിന്നിൽ അദ്ദേഹം നിന്നിട്ടുണ്ട്. 1989 കമൽഹാസനും ക്രേസി മോഹനും ചേർന്നാണ് അപൂർവ സഹോദരர்கள் എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതുന്നത്. രാജ് കമൽ ഫിലിം ഇന്റർനാഷണൽ എന്ന കമൽഹാസൻ തന്നെ രൂപം നൽകിയ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്ക്രിപ്റ്റ് എത്രമാത്രം ഫാസ്റ്റ് ബേസ്ഡ് ആയി കൊണ്ടുപോകാം എന്നതിന് മികച്ച ഉദാഹരണമാണ് അപൂർവ സഹോദരர்கள். അച്ഛനെ കൊന്ന വില്ലനോട് മകൻ പ്രതികാരം ചെയ്യുന്നു എന്ന വൺ ലൈൻ സ്റ്റോറിയെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയാണ് കമൽഹാസൻ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. 3 വേഷങ്ങളിലാണ് ഈ സിനിമയിൽ കമൽഹാസൻ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ഉയരം കുറഞ്ഞ ക്യാരക്ടറായ അപ്പുവിനെ CGIയും VFXും ഒന്നുമില്ലാത്ത ആ കാലത്ത് എങ്ങനെയാണ് അദ്ദേഹം ടെക്നിക്കലി പോസിബിൾ ആയ രീതിയിൽ അവതരിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ആവശ്യമില്ലാത്ത പാട്ടുകളും സീനുകളുമുള്ള ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അപൂർവ സഹോദരர்கள் എന്ന ചിത്രം കഥയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എങ്ങനെയാണ് ഒരു സിനിമ എടുക്കേണ്ടതെന്നതിന് ഉത്തമ ഉദാഹരണമാണ്. കമൽഹാസൻ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് 1992 പുറത്തിറങ്ങിയ തേവർ മകൻ. വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റിട്ടൺ ഇൻ ഇന്ത്യൻ സിനിമ എന്ന് തേവർ മകനെ വിശേഷിപ്പിക്കാം. 7 ദിവസം കൊണ്ടാണ് കമൽഹാസൻ തേവർ മകൻ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കിയത്. ഈ സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും തേവർ മകൻ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിൽ എത്രമാത്രം ഡീറ്റെയിലിംഗ്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. മൂവി മാജിക് എന്ന സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തേവർ മകൻ എന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ എഴുതി തയ്യാറാക്കിയത്. കമൽഹാസന് പകരം വെക്കാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാകും. തേവർ മകൻ ദേശീയ തലത്തിൽ ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ബെസ്റ്റ് ഫിലിം ഇൻ തമിഴ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് തുടങ്ങി ഒരുപാട് അവാർഡുകൾ തേവർ മകനെ തേടിയെത്തി. 1995 കമൽഹാസൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു റീമേക്ക് ചിത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി. കുരുതിപ്പുനൽ എന്ന പേരിൽ 1995 കമൽഹാസനും ആക്ഷൻ കിങ് അർജുനും നായകന്മാരായി പുറത്തിറങ്ങിയ ഈ സിനിമ 1994 പുറത്തിറങ്ങിയ ദ്രോഹ്കാൽ എന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. എന്നാൽ കമൽഹാസൻ സ്ക്രിപ്റ്റിൽ ഏറെ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സിനിമ എഴുതിയത്. സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള പോലീസ് സിനിമകളിലേതുപോലെ അവസാനം നായകൻ വില്ലനെ അടിച്ചിടുന്ന അമാനുഷികത്വം നിറഞ്ഞ സീനുകളൊന്നും ഈ സിനിമയിൽ വരുന്നില്ല. തീവ്രവാദത്തെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നിപ്പുകളെ കുറിച്ചുമാണ് കുരുതിപ്പുനൽ സംസാരിക്കുന്നത്. കമൽഹാസന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങാനിരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു മരുതനായകം. എലിസബത്ത് രാജ്ഞി അടക്കം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായി രംഗത്ത് വന്നിരുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഇനത്തിൽപ്പെടുത്താവുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി കമൽഹാസൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു. എന്നാൽ രാഷ്ട്രീയപരമായ ചില കാരണങ്ങൾ കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയായിരുന്നു. പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ബ്രിട്ടീഷ് കമ്പനി സിനിമയുടെ പ്രൊഡക്ഷൻ ബ്ലോക്ക് ചെയ്തു. എന്നാൽ കമൽഹാസൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തിനു മുമ്പുള്ള ഇന്ത്യയെക്കുറിച്ചും ഒരുപാട് റിസർച്ചുകൾ നടത്തിയ കമൽഹാസൻ ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം സ്വയം തിരക്കഥയും ഡയറക്ഷനും നിർവഹിച്ചുകൊണ്ട് ഹേ റാം എന്ന സിനിമ നിർമ്മിച്ചു. ഈ സിനിമ ഇന്ത്യയിൽ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി. ഈ സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച സാകേത് റാം എന്ന കഥാപാത്രം ഗാന്ധിജിയെ കൊല്ലാനായി ശ്രമിക്കുന്ന ഒരു കഥാപാത്രമായാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അന്ന് നിലനിന്നിരുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെയും അവരുടെ പ്രവൃത്തികളെയും അതേപടി തുറന്നു കാണിക്കുന്ന സിനിമ കൂടിയായിരുന്നു ഹേ റാം. അതുകൊണ്ട് തന്നെ കമൽഹാസനെ
പോലെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു നടൻ ഇത്തരം വേഷങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് നിരവധി സംഘടനകൾ അന്ന് രംഗത്തെത്തി. അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഹേറാം. എല്ലാ ഇന്ത്യക്കാരും ഈ സിനിമ ഒരു തവണയെങ്കിലും കണ്ടിരിക്കണം. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറത്തിന്റെ പേരിലും വർഗീയത പരത്തുന്ന ഈ സമൂഹത്തിൽ ഹേറാം എന്ന സിനിമയ്ക്ക് വലിയ പ്രസക്തിയാണുള്ളത്. സിങ്ക് സൗണ്ട് ആണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി തുടങ്ങിയ എല്ലാ മേഖലയിലും മികവ് പുലർത്തിയ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇന്ന് ഹേറാമിനെ ഫിലിം മേക്കിംഗിന്റെ ബൈബിൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഷാറുഖ് ഖാൻ, റാണി മുഖർജി, വസുന്ധര ദാസ്, ഹേമ മാലിനി തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഇന്നാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഇന്ത്യൻ സെൻസർ ബോർഡ് അനുമതി നൽകുമോ എന്ന് തന്നെ സംശയമാണ്. പിന്നീട് കമൽഹാസൻ എഴുതി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു വിരുമാണ്ടി. ഇന്ത്യയിൽ ആദ്യമായി ഒരേ കഥയെ രണ്ടുപേരുടെ പേഴ്സ്പെക്റ്റീവിൽ പറയുന്ന റോഷ്മോൻ ഇഫക്ട് യൂസ് ചെയ്ത സിനിമയാണ് വിരുമാണ്ടി. പിന്നീട് അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയായിരുന്നു 2015 പുറത്തിറങ്ങിയ ഉത്തമ വില്ലൻ. മരണം മുമ്പിലെത്തിയെന്ന് മനസ്സിലാക്കുന്ന മനോരഞ്ജൻ എന്ന സൂപ്പർ സ്റ്റാർ മരിക്കുന്നതിന് മുമ്പ് തന്റെ ഗുരുവിന്റെ സംവിധാനത്തിൽ അവസാനമായി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. തനിക്ക് അധികം സമയമില്ല എന്ന് മനസ്സിലാക്കുന്ന മനോരഞ്ജൻ അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസിനും പരിഹാരം കണ്ടെത്താനായി ശ്രമിക്കുന്നുണ്ട്. 2 ലെയറുകളിലായി കഥ പറഞ്ഞു പോകുന്ന ഉത്തമ വില്ലൻ സത്യത്തിൽ നല്ലൊരു സിനിമയാണ്. സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വേദന അത് വളരെ വലുതാണ്. ഒരു ഇമോഷണൽ റൈഡ് എന്നൊക്കെ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. ഇനിയും കമൽഹാസന്റെ എഴുത്തിലും ഡയറക്ഷനിലും വന്ന ഒരുപാട് സിനിമകൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ ഏറ്റവും സ്വാധീനിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച സിനിമകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിയുമെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാനായി ശ്രമിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കമൽഹാസൻ ഓവർറേറ്റഡ് ആയ ഒരു ആക്ടറാണെന്ന് ഫേസ്ബുക്കിൽ ആരോ എഴുതിയിരിക്കുന്നത് കണ്ടു. അത്തരത്തിൽ ചിന്തിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ മനുഷ്യനെ പോലെ ആരും ഇന്നേ വരെ സിനിമയെ പ്രണയിച്ചിട്ടില്ല.